നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൊടുപുഴയിൽ യുവതി വിഷമുള്ളിൽ ചെന്ന് മരിച്ച സംഭവത്തിൽ നിർണായകമായ കണ്ടെത്തലുമായി പോലീസ്. ഗാർഹിക പീഡനത്തെ തുടർന്നാണ് അതിക്രൂരമായ കൊലപാതകം സംഭവിച്ചിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഭർത്താവിനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. പുറപ്പുഴ ആനിമൂട്ടിൽ ജോളിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് ടോണി മാത്യുവിനെതിരെ കരിങ്കുന്നം പോലീസ് കൊലക്കുറ്റം ചുമത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 26-ാം തീയതിയാണ് ജോളിയെ വിഷമുള്ളിൽ ചെന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഭർത്താവ് ടോണി കവിളിൽ കുത്തിപ്പിടിച്ച് കുപ്പിയിലെ വിഷം വായിലേക്ക് ഒഴിച്ചെന്ന് മജിസ്ട്രേറ്റിനും പോലീസിനും ആശുപത്രിയിൽ വെച്ച് ജോളി നൽകിയ മൊഴി. ഈ കേസിൽ ഭർത്താവിനെ, അതായത് കുറ്റക്കാരനെ കണ്ടെത്താൻ അല്ലെങ്കിൽ കുറ്റക്കാരനിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ സഹായിച്ചത് ജോളിയുടെ അവസാന മൊഴിയാണ്. ചികിത്സയിലിരിക്കെയാണ് ജോളി കഴിഞ്ഞ വ്യാഴാഴ്ച മരണത്തിന് കീഴടങ്ങിയത്. ജോളിയുടെ പിതാവാണ് മകളുടെ മരണത്തിൽ പോലീസിന് പരാതി നൽകിയത്. ഭർത്താവും ബന്ധുക്കളും ജോളിയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നുവെന്ന് പിതാവ് പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. 20 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 2 ലക്ഷം രൂപയും വിവാഹ സമയത്ത് ജോൺ ആദ്യം നൽകി. പിന്നീട് പലപ്പോഴായി 4 ലക്ഷം രൂപയും നൽകുകയുണ്ടായി. പക്ഷേ തടിപ്പണിക്കാരനായ ടോണി, ഇയാൾ മദ്യപാനി കൂടിയാണ്, ധൂർത്തനാണ്. അപ്പോൾ മദ്യപാനം ചെയ്ത് ഇയാൾ ഈ പണമെല്ലാം ചെലവഴിക്കുകയും പണം നശിപ്പിക്കുകയും ചെയ്തു. മകൾ അലീനയുടെ സ്വർണ്ണാഭരണങ്ങൾ മദ്യപാനത്തിനായി പ്രതി വിറ്റു. മാത്രമല്ല, ഇയാൾ മദ്യപിച്ചെത്തി വീട്ടിൽ വഴക്കുണ്ടാക്കാറുണ്ട് എന്നതടക്കമുള്ള കണ്ടെത്തൽ പോലീസ് നടത്തിയിട്ടുണ്ട്. 6 മാസം മുൻപ് വാടക വീട്ടിലേക്ക് ഇയാൾ താമസം മാറി. അവിടെയും ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു ജോളിയെ. വിഷം കുടിക്കാൻ ഭാര്യയെ നിർബന്ധിച്ചിരുന്നു എന്നതടക്കമുള്ള ഒരു കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. കുടിച്ചില്ലെങ്കിൽ കുടിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇയാൾ. തുടർന്ന് ബലമായി വിഷം കൊടുത്തു. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കഴിഞ്ഞ ദിവസം ടോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി റിമാൻഡിലാണ്. ജോളിയുടെ സംസ്കാരം ഞായറാഴ്ച 2:30-ക്ക് നടക്കും. എന്തായാലും അതിക്രൂരമായ കൊലപാതകം. സ്വന്തം ഭാര്യയെ നിർബന്ധിച്ച് വിഷം കുടിപ്പിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഭർത്താവ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു നടുക്കുന്ന വാർത്തയാണ്. അതായത് 38 വർഷങ്ങൾക്ക് മുന്നേയും 36 വർഷങ്ങൾക്ക് മുന്നേയും താൻ 2 കൊലപാതകങ്ങൾ ചെയ്തു എന്ന വെളിപ്പെടുത്തലുമായി ഒരു വ്യക്തി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. എന്താണ് വാർത്ത? വിശദമായി ആ വാർത്ത കൂടി നമുക്ക് നോക്കാം. നാടകീയ സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അരങ്ങേറിയിരിക്കുന്നത്. 1986-ൽ നടത്തിയ കൊലപാതകത്തെക്കുറിച്ച് പോലീസിന് മൊഴി നൽകിയ മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലി, ഇയാളുടെ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി നടക്കുന്നതാണ്. 1989-ൽ കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ച് ഒരാളെ കൊന്നു എന്നാണ് മൊഴി. അതായത് 1986-ലും 1989-ലും 2 പേരെ താൻ കൊലപ്പെടുത്തി എന്ന വെളിപ്പെടുത്തലാണ് വർഷങ്ങൾക്കിപ്പുറം പ്രതി പോലീസിനോട് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ വെളിപ്പെടുത്തലുമായി സാമ്യമുള്ള കേസ് 1989 സെപ്റ്റംബർ 24-ന് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നതടക്കമുള്ള കണ്ടെത്തലും ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിയിരിക്കുകയാണ്. കടപ്പുറത്ത് യുവാവിൻ്റെ അജ്ഞാത മൃതദേഹം എന്ന് കണ്ടെത്തിയെന്ന വാർത്ത മലയാള മനോരമയിൽ അടക്കം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ളത് ശ്രദ്ധേയമാണ്. അതൊക്കെ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കുകയാണ്. ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ TK അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡ് കേസിൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. 14-ാം വയസ്സിൽ കോഴിക്കോട് കൂടരഞ്ഞിയിൽ ഒരാളെ വെള്ളത്തിലേക്ക് ചവിട്ടിയിട്ട് കൊന്നുവെന്നാണ് കഴിഞ്ഞ മാസം 5-ന് മലപ്പുറം വേങ്ങര സ്റ്റേഷനിൽ ഹാജരായി മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത്. ഇത് സ്ഥിരീകരിച്ച തിരുവമ്പാടി പോലീസ് കൊല നടന്ന സ്ഥലവും രീതിയുമെല്ലാം കണ്ടെത്തി. പക്ഷേ മരിച്ചത് ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. അന്നത്തെ അതേ മൊഴിയിലാണ് രണ്ടാമതൊരു മരണത്തിൽ കൂടി പങ്കുണ്ട് എന്നതടക്കമുള്ള നടുക്കുന്ന വെളിപ്പെടുത്തൽ മുഹമ്മദ് അലി വീണ്ടും നടത്തിയിരിക്കുന്നത്. 2 പേരെ കൊലപ്പെടുത്തിയ ശേഷം ഇത്രയും കാലം ജീവിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ താൻ 2 പേരെ കൊലപ്പെടുത്തി താനൊരു കൊലയാളിയാണ് എന്ന ഒരു വെളിപ്പെടുത്തൽ പ്രതി നടത്തിയിരിക്കുന്നത്. എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ തുടർന്നാണോ ഇത്തരം മൊഴി എന്ന സംശയം അത് പോലീസിന് നിലവിലുണ്ട്. അതായത് ഇത്രയും വർഷം ഈ 2 കൊലപാതകങ്ങളും പ്രതിയെ വേട്ടയാടിയോ, അയാൾക്കൊരു സ്വസ്ഥത ഉണ്ടായിരുന്നില്ലേ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ്. എന്തുകൊണ്ട് ഇപ്പോൾ കീഴടങ്ങുന്നു, അല്ലെങ്കിൽ താൻ കൊലപാതകം ചെയ്തു എന്ന വെളിപ്പെടുത്തൽ നടത്തുന്നു? അങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ്. മുഹമ്മദ് അലി പറയുന്ന സാഹചര്യങ്ങളും യഥാർത്ഥ സംഭവങ്ങളും 2ഇടത്തും പൊരുത്തപ്പെട്ടു വരുന്നത് പോലീസിനെ വലിയ രീതിയിലാണ് ആശങ്കയിലാഴ്ത്തുന്നത്. മുഹമ്മദ് അലിയുടെ മൊഴിയും അതുപോലെ തന്നെ ഈ പത്രക്കുറിപ്പുമൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ സാമ്യങ്ങൾ തോന്നുന്നു. വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നതിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതേസമയം 2ാമത്തെ കൊലപാതകം, അതിനെക്കുറിച്ച് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്. കൂടരഞ്ഞിലെ സംഭവത്തിന് ശേഷം കോഴിക്കോട്ട് വന്ന് ഹോട്ടലിലും മറ്റും ജോലി ചെയ്ത് ജീവിക്കുന്ന കാലത്ത്, അന്ന് ആന്റണി എന്നായിരുന്നു തൻ്റെ പേര്, ഒരാൾ പണം തട്ടിപ്പറിച്ചു. അയാൾ വെള്ളയിൽ ബീച്ച് പരിസരത്തുള്ളതായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സുഹൃത്ത് കഞ്ചാവ് ബാബു പറഞ്ഞു.
കഞ്ചാവ് ബാബുവിനൊപ്പം ചേർന്ന് അവിടേക്ക് ചെന്ന് ഇക്കാര്യം ചോദിച്ചു. ഇത് തർക്കത്തിലേക്ക് നയിക്കപ്പെട്ടു. ബാബു അവനെ തല്ലി താഴെയിട്ട് മണ്ണിലേക്ക് മുഖം പൂഴ്ത്തിപ്പിടിച്ചു. താൻ കാലിൽ പിടുത്തമിട്ടു. മരിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷം അയാളുടെ കയ്യിലെ പണം പങ്കിട്ടെടുത്ത് രണ്ടു വഴിക്ക് പിരിഞ്ഞു. ബാബുവിനെ പിന്നീട് കണ്ടിട്ടില്ല, മരിച്ചതാരെന്നും അറിയില്ല എന്നാണ് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയിരിക്കുന്നത്. 1989 സെപ്റ്റംബർ 25 മലയാള മനോരമയിൽ വന്ന വാർത്ത മുഹമ്മദ് അലിയുടെ മൊഴിയുമായി പൊരുത്തപ്പെടുന്നുണ്ട്. പോലീസിന്റെ നിലവിലെ ഒരു ആശങ്ക, ഈ കൊലപാതകങ്ങൾ ചെയ്തെന്ന് അവകാശപ്പെടുന്ന ആൾ മുന്നിലുണ്ട്, പക്ഷേ കൊല്ലപ്പെട്ടത് ആരാണ്, എവിടെയുള്ളതാണ്, അത്തരത്തിൽ അത് കണ്ടെത്തുക പോലീസിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. രേഖകളിലും പത്രവാർത്തകളും രണ്ടും അജ്ഞാത മൃതദേഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൊല്ലപ്പെട്ടത് ആരാണെന്നോ അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കൾ ആരാണോ എന്നതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുക വലിയ വെല്ലുവിളി. സംഭവങ്ങൾ നടന്നിട്ട് 36 വർഷവും പിന്നിട്ടിരിക്കുകയാണ്. അതായത് ആദ്യത്തെ കൊലപാതകം 39 വർഷം, രണ്ടാമത്തെ കൊലപാതകം 36 വർഷം പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ട് ഇത് ഇനി തെളിയിക്കുക എന്നത് പോലീസിനെ സംബന്ധിച്ച് മുന്നിൽ നിൽക്കുന്ന വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഏതായാലും ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകാൻ പോവുകയാണ്. വേറൊരു വാർത്ത നോക്കാം. ഡൽഹിയിൽ സംഭവിച്ചൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. പരസ്യമായി ശകാരിച്ചതിലുള്ള വൈരാഗ്യം കൊണ്ട് യുവതിയെയും മകനെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തി വീട്ടുജോലിക്കാരൻ. ഡൽഹിയിലെ ലജ്പത് നഗറിലാണ് ഈ അതിക്രൂര കൊലപാതകം സംഭവിച്ചിരിക്കുന്നത്. രുചിക സെവാനി എന്ന 42 വയസ്സുകാരി, മകൻ കൃഷ് 14 വയസ്സുകാരൻ എന്നിവരാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. രുചികയുടെ ഭർത്താവ് കുൽദീപ് സെവാനി രാത്രി വീട്ടിലെത്തിയപ്പോഴാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. സംഭവത്തിൽ വീട്ടുജോലിക്കാരൻ മുകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലജ്പത് നഗർ മാർക്കറ്റിൽ വസ്ത്രവ്യാപാരം നടത്തുകയായിരുന്നു രുചികയും ഭർത്താവും. ബുധനാഴ്ച രാത്രി കടയടിച്ച് കുൽദീപ് സെവാനി തൻ്റെ വീട്ടിലേക്ക് എത്തി. അപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത്. ഈ ഭാര്യയും കുഞ്ഞും കൊല്ലപ്പെട്ട് കിടക്കുന്ന കാര്യം ഇയാൾ കാണുന്നത്. ഭാര്യയും മകനെയും ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല. വീടിൻ്റെ ഗേറ്റിലും വാതിൽപ്പടിയിലും രക്തക്കറ കണ്ടു. ഇതോടെ പോലീസിനെ ഇയാൾ വിവരം അറിയിച്ചു. പോലീസ് എത്തി വാതിൽ പൊളിച്ച് അകത്ത് കടന്നപ്പോഴാണ് രുചികയും കൃഷ്ണയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രുചികയുടെ മൃതദേഹം കിടപ്പുമുറിയിലും മകൻ്റേത് ശുചിമുറിയിലെ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു കിടന്നിരുന്നത്. സംഭവത്തിൽ അറസ്റ്റിലായ മുകേഷിനെ കുൽദീപ് രുചികയും ഒരു കുടുംബാംഗത്തെ പോലെയായിരുന്നു കണ്ടിരുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ഡ്രൈവറായും ഷോപ്പ് അസിസ്റ്റന്റായും ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് പ്രതി. 40,000 രൂപയുടെ കുടിശ്ശിക വരുത്തിയതിൻ്റെ പേരിൽ രുചിക ഇയാളെ പരസ്യമായി ശകാരിച്ചു, വഴക്കു പറഞ്ഞു. ഇത് ഇയാൾക്ക് കോപമായി മാറി. ഈ കോപം കൊലപാതകത്തിൽ കലാശിച്ചു. ആ വൈരാഗ്യം കൊണ്ടാണ് താൻ ഇരുവരെയും കൊലപ്പെടുത്തിയതെന്ന് മുകേഷ് സമ്മതിച്ചുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തമിഴ്നാട്ടിലെ ഒരു സംഭവമാണ്. അതിക്രൂരമായ കൊലപാതകം. കുടുംബ തർക്കത്തിനിടെ വനിതാ കൗൺസിലറെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി. VCK കൗൺസിലർ S. ഗോമതിയാണ് ഭർത്താവ് സ്റ്റീഫൻ രാജ് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. തിരുവള്ളൂർ ജില്ലയിലെ തിരുനിന്ത്രാവൂർ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറാണ് ഗോമതി. കൊലപാതകത്തിനു പിന്നാലെ സ്റ്റീഫൻ രാജ് പോലീസിൽ കീഴടങ്ങി. ഇയാളും VCK നേതാവാണ്. 10 വർഷം മുൻപ് വിവാഹിതരായ ഇവർ 4 കുട്ടികൾക്കൊപ്പം പെരിയാർ കോളനിയിലായിരുന്നു താമസിച്ചിരുന്നത്. കുറച്ച് മാസങ്ങളായി കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തി. ഗോമതിക്ക് മറ്റൊരു യുവാവുമായി ബന്ധമുണ്ടെന്നായിരുന്നു ആരോപണം. വെള്ളിയാഴ്ച രാത്രി തർക്കമുണ്ടായി. പിന്നാലെ ഭർത്താവ് സ്റ്റീഫൻ രാജ് യുവതിയെ വെട്ടുകയായിരുന്നു. സംഭവ സ്ഥലത്ത് തന്നെ യുവതി മരിച്ചു.